നിങ്ങളെ മകളായ മണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തരാതെ തിരിച്ചു തരില്ല. ഏറ്റവും നല്ല കാര്യം, അവളെ ഒരു നിവർത്തിയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? തട്ടിക്കൊണ്ട് പോയ ആളിന് ഞാൻ വേണമെങ്കിൽ 5000 ഗൂഗിൾ പേ തരാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തായാലും 10 ലക്ഷം രൂപ തരണം. 10 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരില്ല. അവളെ ഒരു നിവർത്തിയില്ലാതെ സഖിയിട്ട് എണ്ണിക്കുകയാണ്. എപ്പോഴിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഭയങ്കര ശല്യം വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലെന്ന്. അഖിലാണോ? അതെ. റാംജി റാം. ഓക്കെ. ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു റാംജി റാം 10 ലക്ഷം തരാതെ ആ കുട്ടിയെ വിട്ടു തരില്ല. എനിക്ക് നിങ്ങളെ കാര്യത്തിലാണ് സങ്കടം തോന്നുന്നത്. അതെന്താ? അവളെയല്ല, അവള് നിങ്ങളെയാണ് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാര്യം അത് ഇത്തിരി നേരം അതിൻ്റെ കൂടെ സംസാരിച്ചാൽ മതി, അപ്പൊ പിടുത്തം കിട്ടും. ഹിരോഷിമ നാഗസാക്കിയിൽ ഉണ്ടാക്കിയ ഒരു ബോംബുണ്ട്, അറിയോ? ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ഒരു ബോംബുണ്ട്. അതെ അതെ. അതിനെക്കാട്ടിയും വളരെ കാഠിന്യമുള്ള ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നത്. അപകടകാരിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ അതെ. പട്ടിച്ചേറ്റെ. ഹലോ, നിങ്ങളുടെ ചേച്ചിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തരണം. 10 ലക്ഷം അങ്ങോട്ട് തരാം, കൊണ്ടുവരണ്ട. മരപ്പട്ടി നോക്കി നിക്കണേ, 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. നിങ്ങളുടെ മകളായ ആര്യയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തരാതെ തിരിച്ചയക്കൂല. ഞാൻ 20 ലക്ഷം രൂപ അങ്ങോട്ട് തരാം, ഇപ്പൊ കൊണ്ടുപോകും. അപ്പൊ അതിന് മാത്രം കുഴപ്പക്കാരിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ല, എന്തായാലും കൊണ്ടുപോയില്ലേ, ഒരു 10 ലക്ഷം കൂടെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ മോളെ വേണം, പക്ഷെ ഒരു 10 രൂപ കുറയില്ലാത്ത അവളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് 20 ലക്ഷം രൂപ അങ്ങോട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകും. താങ്ക് യു സോ മച്ച്. കൊണ്ടുപോയി രക്ഷപ്പെടും. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.